അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദഅ ബിൽ യമീൻ وإذا نزع فليبدأ بالشمال ليكن اليمنى أولهما تنعل وآخرهما تنزع. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രിയ ശ്രോതാക്കളെ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ സ്വഹീഹിൽ 5856 ഹദീസായിട്ടാണ് ബുഖാരി തങ്ങൾ ഈ ഹദീസിനെ കൊണ്ടുവരുന്നത്. ഈ ഹദീസിൻ്റെ ചെറിയൊരാശയം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പറയുകയാണ്, ഇദൻ തഅല അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ ഫൽയബ്ദഅ ബിൽ യമീൻ, അവൻ വലത്തേതുകൊണ്ട് തുടങ്ങട്ടെ. വഇദാ നസഅ, അവൻ ചെരുപ്പ് അഴിക്കുകയാണെങ്കിലോ ഫൽയബ്ദഅ ബിശ്ശിമാൽ, ഇടത്തേതുകൊണ്ട് തുടങ്ങട്ടെ. ലിയകുനിൽ യുംന അവ്വലഹുമാ തുൻഅലു വആഖിറഹുമാ തുൻസഉ, അത് ചെരുപ്പ് ധരിക്കുന്നതിൻ്റെ ആദ്യവും അഴിക്കുന്നതിൻ്റെ അവസാനവും വലത്തേതാകാൻ വേണ്ടിയിട്ടാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പ് ധരിക്കലുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകളിൽ ചെരുപ്പ് ധരിക്കലുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യംഷി അഹദുക്കും ഫീ നഅലിൻ വാഹിദ, നിങ്ങളിൽ നിന്ന് ഒരാളും ഒറ്റ ചെരുപ്പിൽ നടക്കരുത്. ലിയൻഅൽഹുമാ ജമീഅൻ ഔ ലിയഖ്ലഉഹുമാ ജമീഅൻ, നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും ധരിക്കുക, അഴിക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും അഴിക്കുക, അല്ലാതെ ഒരൊറ്റ ചെരുപ്പിൽ മാത്രം നടക്കുന്ന ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഈ ഹദീസിലൂടെ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, നാം നിസ്സാരമായി കാണുന്ന ഈ ഒരു ചെരുപ്പ് ധരിക്കലിനെ പോലും അതിൻ്റെ മര്യാദകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ അനക്കങ്ങളിലും അടക്കങ്ങളിലും നിലപാടുകളുള്ള വിധിവിലക്കുകളുള്ള ഒരു സമ്പൂർണ്ണ മതമാണ്. ഒരു മുസ്ലിം ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യൽ അവൻ്റെ ബാധ്യതയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന. അതുകൊണ്ട് തന്നെ നിസാരമായി കാണുന്ന കാര്യങ്ങളിൽ പോലും ഒരു മനുഷ്യന് മുമ്പിൽ വ്യക്തമായ നിലപാടുകളും നിയമങ്ങളും ഇസ്ലാം പുറപ്പെടുവിച്ചിട്ടുണ്ടാകും. അതിനൊരു ഉദാഹരണം മാത്രമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹദീസ്. നീ ഒരു ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ വലത്തേതിനെ മുന്തിക്കണം, അഴിക്കുകയാണെങ്കിൽ ഇടത്തെ കാലിനെ മുന്തിക്കണം. ഇങ്ങനെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. ആ രൂപത്തിൽ ഒരു വിശ്വാസി ചെയ്തു കഴിഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ചെയ്ത കാര്യമാണ്, സുന്നത്തായ കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനക്ക് അല്ലാഹു തആല കൂലി രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് അത് പറയുന്നത്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തേതിന് മുന്തിക്കലിനെ ഇഷ്ടം വെക്കുമായിരുന്നു. ഫി തഹൂരിഹി വ തറജ്ജുലിഹി വ തനഉലിഹി, അവിടുത്തെ ശുദ്ധീകരണങ്ങളിൽ, അവിടുത്തെ മുടി ചീകുന്നതിൽ, അവിടുത്തെ പാദരക്ഷകൾ ധരിക്കുന്നതിൽ, അങ്ങനെ തുടങ്ങി വഫീ ശഅനിഹി കുല്ലിഹി, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കലിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്കൊക്കെ വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് നാം തിരഞ്ഞെടുക്കൽ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളിലെല്ലാം വലത്തേതിനെ മുന്തിക്കുന്ന ഒരവസ്ഥ നമ്മിലും ഉണ്ടാകേണ്ടതുണ്ട്. നാം ഇപ്പോൾ ഒരു വുളൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വലത്തെ ഭാഗങ്ങളെ ആദ്യം മുന്തിക്കണം. ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ വലത്തേതിനെ മുന്തിക്കണം. പള്ളിയിൽ കയറുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വാഹനങ്ങളിൽ കയറുമ്പോൾ വലത്തെ കാല് വെച്ച് വേണം കയറാൻ. നമ്മുടെ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ആദ്യം വലത് കൈ പ്രവേശിപ്പിക്കണം. പാൻറ് ധരിക്കുകയാണെങ്കിൽ ആദ്യം വലത്തെ കാല് പ്രവേശിപ്പിക്കണം. അതുപോലെ മീശ വെട്ടുമ്പോൾ, തലമുടി കളയുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, മുസാഫഹത്ത് ചെയ്യുമ്പോൾ, സ്വതക്കകൾ കൊടുക്കുമ്പോൾ, ബ്രഷ് ചെയ്യുമ്പോൾ, സുറുമയിടുമ്പോൾ, നഖം മുറിക്കുമ്പോൾ എല്ലാത്തിലും വലത്തേതിനെ മുന്തിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാകണം. ഇങ്ങനെ തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാകണം. അതേ സമയത്ത് ഇടതിനെ മുന്തിക്കേണ്ട സ്ഥലങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. നാം ഒരു ടോയ്ലറ്റിലേക്ക് കയറുകയാണെങ്കിൽ ഇടത്തെ കാലിനെ മുന്തിക്കണം. മാനോഹരം ചെയ്യുകയാണെങ്കിൽ ഇടത് കൈ കൊണ്ട് ചെയ്യണം. പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇടത്തെ കാലിനെ മുന്തിക്കണം. വസ്ത്രം അഴിക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് നിന്ന് അഴിക്കണം. ചെരുപ്പഴിക്കുകയാണെങ്കിൽ ഇടത് കാലിനെ മുന്തിക്കണം. വസ്ത്രം അഴിക്കുകയാണെങ്കിൽ ഇടതിനെ മുന്തിക്കണം. ഇങ്ങനെ തുടങ്ങി ഇടനില മുന്തിക്കേണ്ട പല ഭാഗങ്ങളും നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടും ഉണ്ട്. അല്ലാത്ത നല്ല കാര്യങ്ങളിലൊക്കെ നാം വലത്തേതിനെ മുന്തിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാകണം. ഇത്തരത്തിൽ നാം നിസ്സാരമായി കാണുന്ന ഓരോ കാര്യങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ജാഗ്രതയോട് കൂടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മിലുണ്ടാകണം. അങ്ങനെ നാം ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് നമുക്ക് അത്തരം സുന്നത്തുകളെല്ലാം വലിയൊരു പ്രതിഫലത്തിൻ്റെ കൂട്ടമായിട്ട് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദുററിൻ്റെ പഠിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം സുന്നത്തുകളെല്ലാം വലിയ താല്പര്യത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനുള്ള ഒരാഗ്രഹം, ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ നാം കൊണ്ടുവരണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ ജീവിക്കാൻ, അവിടുത്തെ ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.